പോലീസ് സ്റ്റേഷനുകളിലെ മർദ്ദനങ്ങളിൽ കൂടുതൽ പരാതികൾ പുറത്തുവരുന്നതോടെ ആഭ്യന്തര വകുപ്പ് പ്രതിസന്ധിയിലാവുകയാണ്. സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് വിവരാവകാശ കമ്മീഷനിൽ എത്തിയിരിക്കുന്നത് നിരവധി അപേക്ഷകളാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്നും നേരിടേണ്ടി വന്ന അതിക്രൂര മർദ്ദനത്തിന്റെ വിവരങ്ങളാണ് ഓരോരുത്തർക്കും പറയാനുള്ളത്. നിലവിലെ യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി നേമം സജീറിനും അത്തരത്തിൽ ക്രൂരപീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. 2017 മെയ് 14 നേമം ഷജീറിനെ അന്നത്തെ SI SL സമ്പത്തും മറ്റ് 4 പോലീസുകാരും ചേർന്ന് മർദ്ദിച്ചത്. കേസിൽ ഉൾപ്പെട്ടയാളെ കാണാൻ നേമം പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴാണ് മർദ്ദനം നേരിടേണ്ടി വന്നത്. അന്ന് ഞാൻ പുറത്തു നിന്ന സമയത്ത് ഈ കണ്ണനെ അജയ് കുമാർ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ മർദ്ദിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ പോലീസ് പരാതിയുമായി വരുന്ന അല്ലെങ്കിൽ പരാതിയുള്ളവരെ മർദ്ദിക്കാൻ പാടില്ല എന്നുള്ളൊരു നിലപാട് പൊതുവെ ഉള്ളല്ലോ. അങ്ങനെ പോലീസിനെ അടിക്കാനുള്ള അധികാരമൊന്നും ഇല്ലല്ലോ എന്ന് ഞാൻ അത് ചോദ്യം ചെയ്തു. അത് അടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നീ ആരുടെ അത് ചോദിക്കാനെന്ന് പറഞ്ഞായിരുന്നു പിന്നെ എന്നെ ആക്രമിക്കുന്നത്. അതിനുശേഷം എന്നെ തല്ലി പോലീസ് സ്റ്റേഷന്റെ പുറത്തിറക്കി. പിന്നീട് ഞാൻ പോലീസ് സ്റ്റേഷന്റെ പുറത്തിരുന്ന് ഇപ്പൊ എന്നെ ഒരു കാരണവുമില്ലാതെ അടിച്ചതായതുകൊണ്ട് ആ അടിച്ച പോലീസിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ അത് പുറത്ത് തന്നെ നിന്നു. അപ്പം എന്നോട് പോലീസ് അറിഞ്ഞ് ഇവിടെ നിന്ന് പോകണം, അല്ലെങ്കിൽ നിന്നെയും അകത്താക്കുമെന്നുള്ള ഭീഷണിയും വിരട്ടലൊക്കെ ആയിരുന്നു. ഞാനത് കൂട്ടാക്കിയില്ല. ശക്തമായ പ്രതിഷേധമായി ഞാൻ പുറത്തു നിന്നു. കുറച്ച് കഴിയുമ്പോൾ കുറെ പോലീസുകാർ വന്ന് എന്നെ വലിച്ചകത്തു കൊണ്ടുപോയി. പിന്നെ ഒരു 10-60 തവണ എന്റെ ചെകിടത്തടിച്ചു. അപ്പം അതിനുശേഷം SI സമ്പത്ത് എന്ന് പറഞ്ഞ SI കടന്നു വന്നു. മുട്ടുകയറ്റി എന്റെ അടിവയറ്റിലും വൃക്ഷണത്തിലൊക്കെ ചവിട്ടി. പിന്നെ എന്റെ മുതുകില് കുറെ ഇടിച്ചു. അതിനുശേഷം ഒരു 10-100 തവണ ഇടിച്ചു. അതിനുശേഷം പോലീസ് സ്റ്റേഷനകത്തൊരു റൂമുണ്ട്, അതിനകത്തേക്ക് കൊണ്ടുപോയി. പിന്നെ അദ്ദേഹം എന്നെ എന്റെ നടുവിലും ഇടുപ്പിലുമായി ഒരു 10-100 ചവിട്ട് എന്നെ ചവിട്ടി. പിന്നെ ചവിട്ടി വീഴുമ്പോഴൊക്കെ എന്നെ എഴിക്കാൻ പറയും. ഞാൻ എഴിക്കുമ്പോൾ വീണ്ടും എന്നെ ചവിട്ടി തള്ളിയിടും. അങ്ങനെ വല്ലാത്ത ശ്വാസം മുട്ടലും ശ്വാസം നിലയ്ക്കുന്നതും അങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടായി. മരണം പോലും സംഭവിക്കുമെന്നുള്ള പേടിയുണ്ടായി. ആ പോലീസുകാരുടെ കാലൊക്കെ പിടിച്ച് എന്നെ ഉപദ്രവിക്കരുത് എന്നൊക്കെ ഞാൻ അപേക്ഷിച്ചു. പക്ഷെ അദ്ദേഹം കേട്ടില്ല. ജനനേന്ദ്രിയത്തിനും നട്ടലിനും ക്ഷതമേറ്റ ഷജീറിനെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു എന്ന കള്ളക്കേസിലും ഇവർ പെടുത്തി. മരിക്കുമെന്ന് സംശയം തോന്നിയപ്പോൾ ജീപ്പിൽ കയറ്റി തിരുവല്ലം സ്റ്റേഷനിലെത്തിച്ചു. അപകടത്തിൽപ്പെട്ട് വഴിയിൽ കിടന്ന ആളാണെന്ന് തിരുവല്ലം പോലീസിനെ അവർ അറിയിച്ചെന്നും ഷജീർ പറയുന്നു. അന്നു മുതൽ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോയെങ്കിലും ഇതുവരെ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. എന്നെ മർദ്ദിച്ചത് നിയമത്ത് വെച്ചാണ്. പിന്നെ എന്നെ കൊണ്ട് ഡംപ് ചെയ്യുന്നത് വേറെ സ്റ്റേഷനിലാണ്. അപ്പൊ ഇങ്ങനെ നിരവധി പിന്നെ എന്നെ മെഡിക്കൽ കോളേജിൽ അന്ന് തന്നെ ശസ്ത്രക്രിയ, മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ കീഴിലുള്ള മെഡിക്കൽ കോളേജാണ്, സ്വകാര്യ ആശുപത്രിയിലല്ല. ഇത്രയും കൃത്യമായ രേഖകളും സംശയങ്ങളും ഉണ്ടായിട്ട് പോലും ഒരു അന്വേഷണം പോലും കൃത്യമായി പ്രഖ്യാപിച്ച് ഡിപ്പാർട്ട്മെന്റ് തല നടപടിക്കൊന്നും ഇദ്ദേഹത്തിനെ വിധേയമാക്കിയിട്ടില്ല. എന്റെ ആവശ്യം സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാണ്. കാരണം ഇദ്ദേഹം ഒരു ക്രിമിനലാണ്. ആരെ വേണോ തല്ലിക്കൊല്ലാൻ മടിയില്ലാത്ത ഒരാളാണ്. ഇപ്പൊ ഞാൻ അന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഇന്നലെ വേറൊരാള് പിന്നെ അന്ന് പരാതിയുമായി പോയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നിരപരാധിയായ ആൾ അദ്ദേഹത്തിന്റെ കൈകൊണ്ട് മരണപ്പെടുമായിരുന്നു. ഒരു തർക്കവുമില്ല. ശസ്ത്രക്രിയ ചികിത്സയുമായി 20 ദിവസമാണ് ഷജീർ ആശുപത്രിയിൽ കഴിഞ്ഞത്. ഷജീറിനെ പോലെ നിരവധി പേരാണ് ഇപ്പോൾ പോലീസിനെതിരെ പരാതിയുമായി രംഗത്തെത്തുന്നത്. ഇനിയെങ്കിലും ആഭ്യന്തര വകുപ്പ് കണ്ണു തുറക്കുമോ എന്ന ചോദ്യമാണ് ഇനിയും അവശേഷിക്കുന്നത്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.